ഞങ്ങൾ കെട്ടുകാഴ്ച കാണാനായിട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ പോയി. അവിടുന്ന് റോഡിൽ വന്ന് കെട്ടുകാഴ്ച കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഒരു ആൾക്കാരുടെ ഡാൻസും മറ്റ് സംഭവങ്ങളുമൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നേ കെട്ടുകാഴ്ചകൾ. അതൊക്കെ ഇങ്ങനെ പോയി കണ്ട് അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ വരുമ്പം അന്തരീക്ഷം മേഘാവൃതമാകുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ പണി വാളുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നറിയാമോ, അതൊക്കെ ഒരു ബേക്കറി കയറി ചായ കുടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെന്നപ്പം അവിടെ ഭയങ്കര തിരക്ക്. അപ്പോഴേ അടുത്ത കെട്ടുകാഴ്ച വരുന്നു, അതിനെ കണ്ട്. അതും അടിപൊളി, എല്ലാം കൊണ്ടും നല്ല ഇതായിരുന്നു. അങ്ങനെ അതും കണ്ട് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. കണ്ടോ, ഇതെല്ലാം നല്ല അടിപൊളി കെട്ടുകാഴ്ചകളായിരുന്നു. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് ലാസ്റ്റ് ഉത്സവമാണ്, അഞ്ചൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ലാസ്റ്റ് ഉത്സവമാകുമ്പം ആ ഉത്സവത്തിന് ഗണപതി അമ്പലത്തിലെ ഉത്സവമാണ്. അത് ഭയങ്കര ഒരു നമുക്കൊരു നല്ല എനർജി തരുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ കെട്ടും കാഴ്ചകളും അടിപൊളിയായിട്ട് അങ്ങനെ ഞങ്ങളിങ്ങോട്ട് വരുന്നു. നല്ല അപ്പോഴിങ്ങനെ മഴ ഒക്കെ നമുക്കറിയാം, ഏത് സമയവും മഴ. കാരണം എല്ലാ ഉത്സവത്തിലും എല്ലാ വർഷവും മഴ പെയ്യാറുണ്ട്. പിന്നെ കലവും ചട്ടി പാത്രങ്ങളും കണ്ടില്ലേ, ഇതെല്ലാം ഈ ഉത്സവത്തിന് വരുന്ന സംഭവങ്ങളാണ്. ഈ ആൾക്കാരെല്ലാം ഇത് വന്ന് വാങ്ങിക്കൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. എല്ലാ സാമഗ്രികളും, എന്ത് സാമഗ്രികളും കിട്ടും. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വരുമ്പോഴാണ് നടന്നു വരുവാണ്. അപ്പോഴും ഇങ്ങനെ കണ്ട കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീഡിയോയിൽ പിടിച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് നല്ല തെങ്ങും തേങ്ങയും നല്ലൊരു അന്തരീക്ഷം അതിൽ നടന്നു വരുമ്പോൾ കാഴ്ചയ്ക്ക് കണ്ടാൽ നമുക്ക് ഗൾഫാണെന്ന് തോന്നും. അതേപോലെ പക്ഷേ ഒരു ഗ്രാമപ്രദേശമാണ്, അല്ല സിറ്റി വിട്ടൊരു പ്രദേശമാണ്. നല്ല അടിപൊളി സംഭവമാണ്. ഇവിടെ അടുത്താണ് ഞങ്ങളുടെ വീട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് നടന്നു വരുന്ന വഴിക്ക് അങ്ങനെ എടുത്ത് ഈ ഒരു വീഡിയോയും പിടിച്ച് ഞങ്ങളിങ്ങനെ പോന്നു. ഞങ്ങളിങ്ങനെ പോരുന്നു, നടക്കുവാണ്. ഈ റോഡേ കൂടെ കണ്ടോ, അതാണ് ഞങ്ങൾ വരുന്ന വഴിയാണ്. വരുന്ന വഴിക്ക് നല്ല സൗന്ദര്യം ആസ്വദിച്ച് വരാം. അതേപോലെ പച്ചപ്പും തെങ്ങും തേങ്ങയും, അതായത് കേരവൃക്ഷവും മാവും മറ്റു സംഭവങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഇതെല്ലാം കണ്ട് കേട്ട് ഞങ്ങളിങ്ങനെ, ഞാനും ചേട്ടനും ഉണ്ട്, ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് വരുന്നൊരു വഴിയാണ്. വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അപ്പോഴും വീണ്ടും മേഘാവൃതമായി. ആദ്യം പെയ്യാൻ വന്ന മഴ അത് പെയ്തില്ല, അതങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ വഴിക്ക് വന്നപ്പോഴേക്കും ടോറോന്നും പറഞ്ഞത് വീണ് മഴ. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഓടിയൊരു വീട്ടിൽ കയറി അവരുടെ സിറ്റ് ഔട്ടിൽ എങ്ങനെ നിന്ന് അപ്പോഴെടുത്ത വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ